നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 285 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലനേമിയുടെ നിർദ്ദേശപ്രകാരം ഒരു ബ്രഹ്മചാരി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ ബ്രഹ്മചാരി ഹനുമാനെ ആ ഒരു ജലാശയത്തിൻ്റെ അടുത്തേക്ക്, ഒരു ശുദ്ധജല തടാകത്തിൻ്റെ അടുത്തേക്ക് നയിക്കുകയാണ് വെള്ളം കുടിക്കാനായി. ആ പോകുന്ന വഴിക്ക് കാലനേമി പ്രത്യേകം പറഞ്ഞു, കണ്ണുകൾ അടച്ച് വേണം വെള്ളം കുടിക്കാൻ കേട്ടോ. അതിനുശേഷം അവിടെ നിന്നേക്കരുത്, എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ നീ എന്തിനു വേണ്ടിയാണോ പോകുന്നത് ആ ഔഷധം നിനക്ക് ലഭിക്കാനായിട്ടുള്ള മന്ത്രവും തന്ത്രവും ഒക്കെ ഞാൻ ഉപദേശിച്ച് തരാം. ഇനിയിപ്പോൾ ഔഷധം കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ശ്രീരാമേന്ദ്രനും ലക്ഷ്മണനും വാനരസേനയെല്ലാം ഉണർന്നെണീറ്റു, അവർ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. എങ്കിലും നീ ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നതല്ലേ, അതിനാവശ്യമായ സഹായം ഞാൻ ചെയ്തു തരാം. ആ സമയത്ത് കാലനേമി പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. സന്യാസി വര്യം പറഞ്ഞല്ലേ. അപ്പോൾ അതേങ്ങനെ കണ്ണുകളൊക്കെ അടച്ച് ജലപാനം ചെയ്യുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു പന്തികേട് തോന്നി. ഹനുമാൻ കണ്ണ് തുറന്ന് നോക്കി. അപ്പോൾ ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു ഭീകര ജീവിയായിട്ടുള്ള ഒരു പെൺമുതല ഹനുമാനെ വിഴുങ്ങാനായിട്ട് അദ്ദേഹത്തിനടുത്തേക്ക് വായും പിളർന്നുകൊണ്ട് പാഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഹനുമാൻ ഇമ്മീഡിയറ്റായിട്ട് ആക്ട് ചെയ്തു. കൈ കൊണ്ട് ഒറ്റ അടി കൊടുത്തു. ആ ഒറ്റ മുഷ്ടി കൊണ്ടുള്ള ആ പ്രഹരമേറ്റിട്ട് ആ പെൺമുതലയുടെ വാ പിളർന്നാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. രണ്ടായിട്ട് പിളർന്നു പോയി ആ മുതല എന്നാണ് പറയുന്നത്. അതിൻ്റെ അന്ത്യം സംഭവിച്ചു. ആ സമയത്ത് അതിൻ്റെ ആത്മാവ് ഒരു മിന്നൽ കൊടി പോലെ, ഒരു മിന്നൽ പിണർ പോലെ ആകാശത്തേക്ക് മുകളിലേക്ക് പോയി. അതിനുശേഷം അല്പസമയത്തിനകം ആകാശത്ത് നിന്നും വിമാനത്തിലൂടെ ഒരു 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 അതിസുന്ദരിയായ മനോഹരിയായ ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അതൊരു അപ്സര സ്ത്രീയാണ്. എന്നിട്ട് അവർ ഹനുമാനോട് പറയും, നിൻ്റെ കാരുണ്യത്താലാണ് എനിക്ക് മോക്ഷം കിട്ടിയത് എന്ന് പറയും. നീ ആ പെൺമുതല ധന്യമാലി എന്ന് പറയുന്ന അപ്സര സ്ത്രീ ആയിരുന്നു. ആ അപ്സര സ്ത്രീക്ക് ഒരു മുനിയുടെ ശാപം കൊണ്ട് ഈ മുതലയായി പോയതാണ്. അപ്പോൾ എൻ്റെ പേര് ധന്യമാലി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. എന്നിട്ട് ഞാനൊരു സത്യം പറയാം. അങ്ങ് കണ്ട താപസനുണ്ടല്ലോ, ഈ ആശ്രമത്തിൻ്റെ അധിപതി, അയാളൊരു കള്ള സന്യാസിയാണ്. അയാൾ കാലനേമി എന്ന് പറയുന്ന രാക്ഷസനാണ്. അയാൾ താപസ വേഷം ധരിച്ച് അങ്ങേ പറ്റിക്കുകയായിരുന്നു. അയാളുടെ ഉദ്ദേശം ഔഷധം കൊണ്ടുവരാതിരിക്കാൻ ആവശ്യമായ മാർഗ തടസ്സം വരുത്തുക. ഇതാണ് അയാളുടെ ലക്ഷ്യം. അവൻ്റെ ഒരു വാക്കും വിശ്വസിക്കരുത്. അയാൾ പറയുന്ന ഒന്നും തന്നെ കേൾക്കരുത്. എത്രയും പെട്ടെന്ന് അവനെ കൊല്ലണം, അവനെ ഇല്ലാതാക്കണം. എന്നിട്ട് ദിവ്യ ഔഷധം കൊണ്ടുവരണം. എന്നിട്ട് ഈ ദിവ്യ ഔഷധവും കൊണ്ടുപോയിട്ട് ഈ രാക്ഷസ കുലത്തെ മുഴുവൻ കൊന്നൊടുക്കണം. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ ധന്യമാലി എന്ന് പറയുന്ന അപ്സരസ് ബ്രഹ്മലോകത്തേക്ക് തിരിച്ചുപോയി. തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു, വാനരവീര കുശലം ഭവിക്കതേ, വാനരവീരനായ ഹനുമാനെ ഞാൻ നിങ്ങൾക്ക് മംഗളം നേരുന്നു. ആശംസിച്ചുകൊണ്ട് ആ അപ്സര സ്ത്രീ അവിടെ നിന്ന് യാത്രയാവും. ഓഹോ, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? ഹനുമാൻ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഹനുമാൻ്റെ അടുത്തേക്ക് തിരിച്ചൊരു വരവാണ്. ഇതൊന്നും അറിയാതെ, ഈ വിവരങ്ങളൊന്നും കാലനേമി അറിയുന്നില്ലല്ലോ. വലിയ സ്നേഹമൊക്കെ അഭിനയിച്ച് ആ സ്നേഹത്തോടു കൂടി ഹനുമാനെ സ്വീകരിക്കും. എന്താ നീ ഇത്രയും താമസിച്ചത്? ഇനി ഒട്ടും സമയം കളയണ്ട കേട്ടോ, ഞാൻ മൂലമന്ത്രം ഉപദേശിച്ചു തരാം, മരുന്ന് കൊണ്ടുവരാനുള്ള മന്ത്രമൊക്കെ ഞാൻ ഉപദേശിച്ചു തരാം, നീ നന്നായി വരും കേട്ടോ. ഇത്രയൊക്കെ പറയേണ്ടി വന്നതേ ഉള്ളൂ, കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. ഹനുമാൻ്റെ മുഷ്ടി കൊണ്ട് ഒരൊറ്റ പ്രഹരമാണ് കാലനേമി കാലപുരി പൂകി എന്നാണ് പറയുന്നത്. പവനായി ശവമായി എന്ന് പറയുന്ന പോലെ കാലനേമി കാലപുരി പൂകി. ഇപ്പോൾ ഹനുമാൻ പിന്നെ ഒട്ടും തന്നെ താമസിച്ചില്ല. ഇപ്പോൾ തന്നെ നേരം വൈകി. ഇപ്പം ചുമ്മാ ആവശ്യമില്ലാതെ ഈ ആശ്രമമൊക്കെ കണ്ട് അവിടെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി എന്തായാലും ഇത്രയധികം സമയം വെറുതെ കളഞ്ഞു. ഇനി ഒട്ടും തന്നെ സമയം കളയാനില്ല. അദ്ദേഹം ധൃതിയിൽ പോവുകയാണ്. അങ്ങനെ പാൽക്കടലും കടന്ന് ദ്രോണാചലത്തിലെത്തി. അങ്ങനെ ഔഷധം നിൽക്കുന്ന ഋഷഭാദ്രിയിലും അദ്ദേഹം കടന്നു ചെന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് ജാമ്പവാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് നോക്കി, എവിടെയാണ് ഈ ഔഷധമുള്ളത്? ഈ ഔഷധം കാണാനൊക്കുന്നില്ല. വിശല്യകരണി കാണുന്നില്ല, സന്താനകരണി കാണുന്നില്ല, സുവർണകരണി കാണുന്നില്ല, മൃതസഞ്ജീവനി കാണുന്നേയില്ല. പിന്നെ ഏത് ഔഷധമാണ് ഞാൻ പറിച്ചെടുക്കേണ്ടത്? ഈ പറഞ്ഞ സ്ഥലം ഏതാണ്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഈ ഇത്രയും വലിയ ഈ പർവ്വതത്തിൽ ഈ മരുന്ന് മാത്രമായി ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എനിക്കാണെങ്കിൽ സമയവുമില്ല. പിന്നെ ഒട്ടും തന്നെ അമാന്തിച്ചില്ല. അതേ എന്ത് ചെയ്തു? ചെടി പറിക്കാനൊന്നും നിന്നില്ല. അദ്ദേഹം ഔഷധ ചെടികൾ അടങ്ങിയ ഔഷധ സസ്യം അടങ്ങിയ ആ പർവ്വതം തന്നെ ഒരുമിച്ചെടുത്ത് പൊക്കി. പർവ്വതത്തെ പറിച്ചെടുത്തു. ഏണാംഗബിംബം കണക്കെ, ഏണാംഗബിംബം എന്ന് പറഞ്ഞാൽ ചന്ദ്രബിംബം. അത് ഒരു ചന്ദ്രബിംബത്തെ ഇങ്ങനെ കൈകളിൽ കൊണ്ടുവരുന്നത് പോലെ ആ പർവ്വതത്തെ ഇങ്ങനെ കൈകളിൽ പിടിച്ചു.
കൊണ്ടുവന്ന അൻപോട് രാഘവൻ മുമ്പിൽ വെച്ച് ഇണ്ടൽ തീർത്തിയിട് ഞാൻ. എല്ലാ വിഷമങ്ങളും ഇറക്കി വെച്ചു. എവിടെ? ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഈ പർവ്വതം കൊണ്ടുവന്ന് അങ്ങോട്ട് ഇറക്കി വെച്ചു. ശ്രീരാമന് സന്തോഷമായി. ഇത് കണ്ടുനിന്ന ശ്രീ പരമേശ്വരൻ തന്നെ ആനന്ദിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് രാമായണത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഔഷധത്തിൻ കാറ്റ് തട്ടിയ നേരത്ത് ദോഷമകന്ന് എഴുന്നേറ്റിതെല്ലാവരും. എല്ലാവരും എഴുന്നേറ്റു എന്നൊക്കെ പണ്ട് കാലദേമി പറഞ്ഞൊക്കെ പച്ച കള്ളമായിരുന്നു. അവരെല്ലാം മോഹാലസ്യപ്പെട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ ഈ ഔഷധത്തിൻ്റെ കാറ്റ്, അതിൽ തട്ടിയ കാറ്റ് അങ്ങോട്ട് ഏറ്റതും ഈ മോഹാലസ്യപ്പെട്ട് കിടന്നവർ, ചലനമില്ലാതെ കിടന്നവർ എല്ലാവരും തന്നെ ചാടി എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേറ്റപ്പോൾ ശ്രീരാമൻ ഒരു ബുദ്ധി ഉപദേശിച്ചു. ഈ പർവ്വതം എവിടെയിരുന്നോ അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവെക്കണം. അല്ലെങ്കിൽ എന്താണ്, ഈ കാറ്റ് രാക്ഷസന്മാർക്കേറ്റാൽ പിന്നെ അവരെ ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് രാക്ഷസന്മാരെ കൊല്ലാനേ സാധിക്കുന്നില്ല എന്നുള്ള പോയിൻ്റാണ് അവിടെ ശ്രീരാമൻ പറഞ്ഞത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ആൾക്കാരെല്ലാം എഴുന്നേറ്റല്ലോ, എത്രയും പെട്ടെന്ന് ഈ പർവ്വതത്തെ തിരിച്ച് ഇത് എവിടെയാണോ ഇരുന്നത് ആ പൂർവ്വസ്ഥിതിയിൽ അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നും, ആ യുദ്ധഭൂമിയിൽ ഒരുപാട് രാക്ഷസന്മാർ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നല്ലോ, അവർക്ക് എന്ത് പറ്റിയെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നാം. അതിന് രാമായണത്തിൽ മറുപടി പറയുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ, ഈ പർവ്വതത്തെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ രാവണൻ്റെ നിർദ്ദേശപ്രകാരം യുദ്ധത്തിൽ മരിച്ച രാക്ഷസന്മാരുടെ ശരീരമെല്ലാം കൂടി ഒരു കടലിൽ കൊണ്ടിട്ടിരുന്നു. അതുകൊണ്ട് അവർക്കാർക്കും ഈ ഔഷധ സസ്യത്തിൻ്റെ ഗുണം കിട്ടിയില്ല. അപ്പം ശ്രീരാമൻ എന്ത് പറഞ്ഞോ അതേപോലെ തന്നെ ഭക്തനായിട്ടുള്ള ഹനുമാൻ അനുസരിക്കുകയാണ്. പർവ്വതം പൂർവ്വസ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. എല്ലാവർക്കും സന്തോഷമായി, ആവേശമായി, വർദ്ധിത വീര്യത്തോടുകൂടി അവർ എല്ലാവരെയും കൂടി പുറപ്പെടാൻ ഒരുങ്ങുകയാണ് അവസാന യുദ്ധത്തിന് വേണ്ടി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അടുത്ത 286 ക്യാപ്സ്യൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.